ഹലോ ഓൾ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ്. കൂടെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അവിടെ ഒരു നേർച്ച ഉണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച്, പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ടൈം കിട്ടിയില്ല. കുട്ടികളൊക്കെ റെഡിയാക്കി ഇറങ്ങിയപ്പോൾ തന്നെ വൈകി. അങ്ങനെ ഇതായി ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടത്, ചീറ്റപ്പനുള്ള ഡ്രസ്സ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അങ്ങനെ കല്യാണത്തിനെത്തി. കാവന്നൂരായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങളൊരു കുടുംബക്കാരെ കല്യാണമാണ്. അപ്പോൾ ഇതാ മെഹദി ഇതാ കുട്ടികളൊക്കെ ആയി പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചതുമാണ് കേട്ടോ. കാരണം ഓനവിടെ നിൽക്കാനേക്കില്ല, പിന്നെ ഓൻ ഇടയ്ക്കിടയ്ക്ക് പാലുടിക്കേണ്ടി വരും, ഒക്കെ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് വേഗം പോയി പോരാന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ കല്യാണത്തിന് പോയി വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ കുറേ കരയുന്നുണ്ട്, ഞാൻ കുറേ കൊണ്ടെടുക്കുന്നുണ്ട്. ഇതാ ഫൈസ് ഇതാ അവിടെ കേട്ടോ ഫ്ലവറൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന അവിടെ ഭയങ്കര കളിയാണ്. ഓന് കുറേ കാലമായി ഇപ്പം എല്ലാവരും കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഓന് ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുട്ടികളിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സെമിൻ്റെ വീട്ടിലോട്ട് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. അവിടെ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും അവിടെ കല്യാണത്തിൻ്റെ പരിപാടിയായിട്ട് അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയി, വെയിലൊക്കെ മാറി ഓക്കെ ആയപ്പോഴാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ നേർച്ച ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നേർച്ചൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടീന്, അതേപോലെ ഈ വർഷമായി. ഇത്ര പെട്ടെന്നാണ് സമയമൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. ഒരു വർഷം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല, ഒക്കെ പെട്ടെന്നേനി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മുറയിലെത്തി. അവിടുന്ന് പോത്തൊട്ടിപ്പാറ അവിടെയാണ് നേർച്ചുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ പോത്തൊട്ടിപ്പാറ എത്തി. അവിടെ നേർച്ചൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഫൈസി ഉറങ്ങിയാണ് കേട്ടോ. ഓന് കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെടും, പക്ഷേ ഓൻ ഉറങ്ങിപ്പോയി. ഇത്ര പിടിച്ചിട്ട് ഉണരുന്നില്ല, ഭയങ്കര ഉറക്ക്. വേണം. അങ്ങനെ പിന്നെ അവിടെ പല ഫ്ലേവറുള്ള ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാനില ഐസ്ക്രീമാണ് വാങ്ങിയത് കേട്ടോ. വാനില എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് വേഗം വീട്ടിലോട്ട് പോന്നു. കാരണം ഫൈസി ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അധികം ഇറങ്ങാനൊന്നും നിന്നില്ല, കാരണം രാത്രി ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവും. പിന്നെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ അമ്മച്ചിയും ഉപ്പയൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഓലോട് ഞാൻ കണ്ട കാഴ്ചകളൊക്കെ പറയണം. അവിടെ നേർച്ചൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, അങ്ങനെ അതിനങ്ങനെ വർണ്ണിച്ച് പറയണതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ. സംസാരത്തിലങ്ങ് മുഴുകിപ്പോയി. പിന്നെ ഭയങ്കര ക്ഷീണമുണ്ടായിന്, കുറേ ദൂരം ഇപ്പോൾ അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നോണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണമൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ബിരിയാണി, ചിക്കൻ ഫ്രൈ, 7 എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, പിക്കിൾ, ഒരു മസാല, ഇതൊക്കെ പൊരികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിച്ചു. വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അവിടെ പൂച്ചപ്പെണ്ണെ കാട്ടിക്കൊടുത്താ, പൂച്ചപ്പെണ്ണിനെ കാട്ടിക്കൊടുക്കേ. ആ മൊയലാണോ? ആ തെറ്റിന് എത്രയൊന്നും അറിയില്ല. പിള്ളേർ കഴിഞ്ഞാൽ അപ്പം അങ്ങനെ കിടന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ നേർച്ചൻ്റെ ഇടയിൽ ജസ്റ്റ് മുറിയിലോട്ടൊന്ന് വന്നതാണ്. അത് ലാക്ടോജൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. പാല് കുറച്ച് കുറവാണ്, അപ്പോൾ ചില സമയത്തിൽ ഓന് കുറവുള്ള ടൈമിൽ ഓന് കൊടുക്കാതെ വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പൈസക്കും കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ അങ്ങനെ അതൊക്കെ വാങ്ങി മെഹസി ഉമ്മച്ചിൻ്റെ അടുത്ത് ആക്കിയാണ് ഞങ്ങൾ പോകുന്നത്. പൈസയും കൊണ്ട് പോകുന്നതാണ്.
അപ്പോൾ ഓൻ ഉറങ്ങാണ്. അപ്പോൾ പിന്നെ ഓനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വെച്ചാൽ അവൻ അമ്മച്ചിനടുത്ത് കൊടുത്ത് മര്യാദക്ക് ഉറങ്ങിയോട്ടെ ഇരിച്ചാണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോയി സാധനമൊക്കെ വാങ്ങി വേഗം പോവാണ് കേട്ടോ. പക്ഷേ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ടായിന്. പക്ഷേ പോരുമ്പോൾ ഭയങ്കര തിരക്കുണ്ടായിന്. പക്ഷെ അതിലേറെ തിരക്കുണ്ടായിന് കേട്ടോ. അവിടെ തിരിച്ചു പോന്നിട്ട് വണ്ടി കയറ്റാൻ പറ്റാത്ത അവസ്ഥ, അത്രയും തിരക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കയറ്റി വണ്ടി ആ തിരക്കിനിടയിൽ കൂടെ എങ്ങനെയൊക്കെയോ വിട്ട് അവിടെ എത്തി. പിന്നെ ഞങ്ങളെ വണ്ടിമേൽ ഓനൊരു വിമാനം, ഹൈഡ്രജൻ ബലൂണാണ് തോന്നുന്നത്, ഹൈഡ്രജൻ ബലൂൺ ഒരു വിമാനം. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു അത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കീ ചെയിൻ വാങ്ങിയിരുന്നു. ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോസിൽ കാണിച്ചുതരാം. അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു കീ ചെയിൻ, ഒരു സ്മൈൽ ഫേസ് അങ്ങനത്തെ ഇതിമേലൊരു പേര് എഴുതിയിട്ടുള്ള സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അതാ തിരിച്ചു വന്നപ്പോൾ അതാ ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ചോറൊക്കെ വാങ്ങി വേഗം പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇപ്പാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി കുറച്ച് അതൊക്കെ എടുത്ത് തരട്ടെ, കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ വേണ്ട, അത് ബാക്കിയാവും, നേർച്ചച്ചോറന്ന് ഓൾറെഡി ഉണ്ട്, ഞാൻ കഴിച്ച് തീരുന്ന എന്നൊക്കെ പറഞ്ഞ് പോരുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ.